ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് മണി പ്ലാന്റ്സ് എങ്ങനെ മുളക്കഷ്ണത്തിൻ്റെ മേലെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് അല്ലേ മണി പ്ലാന്റ്സ്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് പലതരം പരിപാടികൾ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു വളരെയധികം ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മുളേൻ്റെ മേലെ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മണി പ്ലാന്റ്സ് ഉണ്ടാകും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ അങ്ങനെ ഒരു ചെറിയ കഷ്ണം നോഡ്സ്, അതിൻ്റെ അകത്ത് നോഡ്സ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ വേർട്ടിക്കൽ പോട്ടിൽ ഓൾറെഡി ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്യണം വിചാരിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഞാൻ വെറുതെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അതിനെ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ നോഡിനും അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ്സ് ആയിട്ട് ഓരോരും നല്ല നല്ല പ്ലാന്റ് ആയിട്ട് മാറി നന്നായിട്ട് വേരുകളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു എൻ്റെ ഈ ഒരു ടാസ്ക് കേട്ടോ. അപ്പം വിതിൻ 1 month തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വേർട്ടിക്കൽ പോട്ടിൻ്റെ അകത്ത് ഞാൻ കൊടുത്ത പോട്ടിംഗ് മിക്സ് എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഗാർഡൻ സോയിലും ഇത് മൂന്നും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ട് നമ്മൾ നോട്ട്സ് വഴി കുഞ്ഞു കുഞ്ഞു നോട്ട്സ് വഴി നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും ഓരോരോ നോഡിന്നും നമുക്ക് നല്ലൊരു ഓരോരോ പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വേരുകൾ അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ വേറെ ഒരു പോട്ടിംഗ് മിക്സ് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ കൊടുത്ത അതേ പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇപ്പം ഇനി നിങ്ങൾക്ക് മുളക്കഷ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, വലിയ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പുറത്ത് കൊണ്ട് കളയാതെ അതന്നെ നമുക്ക് ശരിക്കും റീസൈക്കിൾ ചെയ്യാം. അത് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് നല്ലൊരു കയറ് വെച്ചിട്ട് ഹോളിൽ കൂടെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ കുറച്ച് വേണം പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റപ്പ് ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു മുളേൻ്റെ മേലെ ഇത് ചെയ്യണമെന്ന്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് അതിങ്ങനെ നല്ലോണം ഹാങ് ചെയ്ത് ഇരിക്കാൻ കാണാൻ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ എൻ്റെ ഇതിങ്ങനെ ഗ്രോത്ത് വന്നു. ഇതിൻ്റെ കൂടെ ഞാനൊരു 10 ദിവസം കൂടുമ്പോൾ കുറച്ച് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെർട്ടിലൈസറിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവർ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോളി ഹൗസിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിതിൻ 1 month തന്നെ അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് നാളെ അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാലോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ, അപ്പോൾ അത് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്ക് അല്ലെങ്കിൽ നമ്മൾ വെക്കണ സ്പേസിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ. ശരിക്കും ഈ മണി പ്ലാന്റ് ഒരു കിടുക്കാച്ചി സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്, അത് ഞാൻ ചുമ്മാ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ മുള അല്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തോളൂ, അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാമല്ലോ. ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മളെ വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.